എന്തു പറ്റി? എന്റെ ഭാര്യ ഭയങ്കര കലിപ്പിലാണല്ലോ. ഭർത്താവ് അങ്ങനെയുള്ള ഓരോ പണികളല്ലേ ഒപ്പിക്കുന്നേ, പിന്നെ ദേഷ്യം വരാതിരിക്കോ? ഞാൻ എന്ത് ചെയ്തു? ഗിരിയേട്ടൻ സഞ്ജയെ കാണാൻ പോയില്ലേ? ഓ, അപ്പോഴേക്കും അതിന്റെ ന്യൂസ് ഒക്കെ ഇവിടെ എത്തിയോ? ഞാനൊരു പോലീസുകാരിയാ, എനിക്കും നാട്ടിൽ നടക്കുന്നത് അറിയാൻ 100 വഴികളുണ്ട്. ശരി, സമ്മതിച്ചു. ഞാൻ സഞ്ജയെ കാണാൻ പോയി. അപ്പൊ പിന്നെ അവനുമായിട്ട് എല്ലാം സംസാരിച്ച് ഒത്തുതീർപ്പായി കാണുമല്ലേ? ഞാൻ എത്ര തവണ ഗിരിയേട്ടനോട് പറഞ്ഞതാ സഞ്ജയായിട്ട് ഒരു ഒത്തുതീർപ്പിന് പോരുതെന്ന്. എന്നിട്ടും ഗിരിയേട്ടൻ എന്താ കേൾക്കാത്തത്? ഇന്നലെ ഗിരിയേട്ടൻ കാര്യങ്ങൾ നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ എന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തു പറ്റി? ഗോപാൽജി വിളിച്ചു കാണുമല്ലേ? എന്നെ ആരും വിളിച്ചിട്ടില്ല. പിന്നെ എന്തിനാ ഒത്തുതീർപ്പിന് പോയത്? ഞാൻ സഞ്ജയെ കാണാൻ പോയത് ഒത്തുതീർപ്പിനാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? പിന്നെന്തിനാ പോയത്? ഇനി അങ്ങോട്ട് അവന്റെ കൂടെ ജോലി ചെയ്യാൻ സൗകര്യമില്ലെന്ന് പറയാനാണ് ഞാൻ പോയത്. അവനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിച്ചു. ഇപ്പൊ സന്തോഷായോ? ഒരുപാട്. എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുത്തത്? പെട്ടെന്നൊന്നുമല്ല. കുറെ കാലമായി ഇതിനെക്കുറിച്ച് ആലോചിക്കായിരുന്നു ഞാൻ. അവൻ മയക്കുമരുന്ന് കേസിൽ പെട്ടപ്പോ തന്നെ അവന് ഞാൻ അവസാനമായിട്ടൊരു താക്കീത് കൊടുത്തതാ. പക്ഷേ അവന് നന്നാവാൻ ഒരു ഉദ്ദേശവും ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. എന്റെ അനിയത്തിയുടെ പുറകെ നടന്ന് അവൻ എന്റെ ക്ഷമ പരീക്ഷിച്ചു. ഇപ്പൊ എന്നെ തല്ലാൻ ആളെ അയച്ചു. ഇനിയും ഞാൻ അവന്റെ കൂടെ നിന്നാ ഞാൻ എന്റെ മുന്നിൽ തന്നെ വല്ലാതെ അധപതിക്കും. സഞ്ജു കാണിച്ച അക്രമവും നിന്റെ ഉപദേശവും എല്ലാം സഞ്ജുവിനെ വിട്ടുപോകുന്നതാണ് ശരിയെന്ന് എന്നെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി. സഞ്ജുവിന്റെ ഭാഗത്ത് ഇനിയും നിന്നാൽ എന്റെ മുഖത്തെ പോലും നോക്കില്ല എന്ന് മുകുന്ദനും പറഞ്ഞു. അപ്പൊ തന്നെ സഞ്ജുവിനെ ഒഴിവാക്കാൻ ഞാൻ തീരുമാനിച്ചു. മുകുന്ദനെ നഷ്ടപ്പെടുത്താൻ മാത്രമുള്ള നന്ദിയൊന്നും ഗോപാൽജിയോട് എനിക്കില്ല. അപ്പോ എന്റെ വാക്കിനേക്കാളും ഗിരിയേട്ടന് വലുത് മുകുന്ദന്റെ വാക്കാണല്ലേ? എന്താ സംശയം? നീ എന്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. അവനെ ഓർമ്മ വെച്ച കാലം മുതല് എന്റെ കൂടെ ഉള്ളതാ. അപ്പോ അവൻ തന്നെയല്ലേ വലുത്? തീർച്ചയായും. മുകുന്ദനെ പോലെ നല്ലൊരു കൂട്ടുകാരനെ കിട്ടിയത് ഗിരിയേട്ടന്റെ ഭാഗ്യം. പക്ഷേ ഗിരിയേട്ടന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വെറുതെ നുണ പറഞ്ഞേനെ. നിന്റെ സ്ഥാനത്ത് വേറെ ഏത് ഭാര്യയായിരുന്നെങ്കിലും ആ സത്യം പറഞ്ഞതിന് ദേഷ്യം തോന്നിയതിനെ. ഗിരിയേട്ടൻ കഴിച്ചോ? ഇല്ല, മലയ്ക്ക് പോകുമ്പോ ഞാൻ പുറത്തുനിന്നൊന്നും കഴിക്കാറില്ല. ഞാൻ ഭക്ഷണം വേഗം എടുത്തു വെക്കാം.